ആയിട്ട് കൊടുക്കാം. വെൽക്കം ഷീജമ്മേ. ഗുഡ് മോർണിംഗ് ടു ഓൾ, റിച്ച് മോർണിംഗ് ടു ഓൾ. അതിനാണല്ലേ നമ്മളെല്ലാവരും കൂടെ ഇരിക്കുന്നത്. വളരെയധികം സന്തോഷം. ഈ ഒരു മൊമെന്റും ഒരു ഏകദേശം 2 വർഷമായിട്ട് വെയിറ്റ് ചെയ്യുന്ന സംഭവമാണ്. കാരണം ഓരോ പ്രാവശ്യം BOP കൂടെ വരുന്ന സമയത്ത് ഓരോരുത്തരും വാങ്ങിക്കുമ്പോൾ എല്ലാവരും മനസ്സിലും ഫസ്റ്റ് റാങ്ക് ഇങ്ങനെയൊക്കെ ആണെങ്കിലും എൻ്റെ മനസ്സിൽ ഈ ഒരു റാങ്ക് വാങ്ങിച്ച് ലീഡേഴ്സിനൊപ്പം നിൽക്കുന്ന സ്വപ്നം കണ്ടിട്ട് പോയുള്ള വ്യക്തിയാണ്. ലാസ്റ്റ് ടൈം വന്നപ്പോഴും അതെയാണ്. ഇനി ഞാൻ ഈ ഹാളിലേക്ക് വരികയാണെങ്കിൽ 3rd റാങ്ക് അച്ചീവ് ചെയ്തിട്ടായിരിക്കും വരിക എന്നുള്ളൊരു മനസ്സിൽ ഉറപ്പിച്ചിട്ടാണ് പോയത്. അത് ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരുപാട് വ്യക്തികളുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആദ്യമായിട്ട് ഈ BOP കാണാൻ പറ്റിയത് ഞാൻ ലീഡേഴ്സിൻ്റെ അടുത്ത് മാമിനോട് പ്രത്യേകം നന്ദി പറയണം. ഒരു വീഡിയോ ഇതിട്ടിട്ട് ലിങ്ക് ഇട്ടിട്ട് എനിക്കൊന്ന് കാണിച്ചു തരണം, BOP ഇവിടെ നടക്കുന്നത് എങ്ങനെയാണെന്ന് അറിയുമെന്ന് പറഞ്ഞു. കാരണം ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ഞാനിവിടെ അത് പറഞ്ഞു പോയൊരു കാര്യമുണ്ട്. ഞാൻ ഒറ്റയ്ക്കാണ് ഇത് തുടങ്ങാൻ പോകുന്നത്, എനിക്കറിയില്ല എങ്ങനെ എത്തും എന്നുള്ളതെന്ന് പറഞ്ഞു. പക്ഷെ ഇന്ന് ഒറ്റയ്ക്കല്ല, കട്ട ചങ്കിന് നിൽക്കുന്ന ലീഡേഴ്സുണ്ട്. ഓരോ വ്യക്തികളും എനിക്കൊരു സപ്പോർട്ട് തന്നെയാണ്. ഒരാളുടെ വായിന്ന് വരുന്ന വാക്കുന്ന ഒരു വിഷയമാണെങ്കിൽ ഞാൻ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതേ പക്ഷെ പുറത്ത് പ്രകടിപ്പിച്ചിട്ടില്ല. കളിച്ച് തിരിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം. അപ്പൊ അന്ന് എന്നെ അട്രാക്ട് ചെയ്ത കാര്യം BOP ഹാളിന് ഒരു പ്രത്യേകതയുണ്ട്. ആ മാം ഒന്നും ഇവിടെ വന്നിട്ടില്ല, ഒരു ടീച്ചറാണ് രമ്യ എന്ന് പറഞ്ഞൊരു മാം. അവിടെ നിന്ന് കയറി വരുന്നതാണ് എന്നെ അട്രാക്ട് ചെയ്ത വിഷയം. അപ്പൊ എനിക്ക് എന്നെ ഇമാജിൻ ചെയ്യാൻ ലീഡേഴ്സ് പറയുന്നുണ്ടല്ലേ, നിങ്ങൾ ഇമാജിൻ ചെയ്യുമെന്ന് പറയുമ്പോൾ ഞാൻ ഇതുപോലെ കയറി വരുന്നൊരു വേദി അന്ന് സ്വപ്നം കണ്ടിരുന്നു. ഫസ്റ്റ് റാങ്ക് അങ്ങനെ അച്ചീവ് ചെയ്ത് ഇവിടുന്ന് വന്ന് വാങ്ങിച്ചിട്ടും പോയി. പിന്നീട് 3rd റാങ്കിലുള്ള വ്യക്തികൾക്ക് കിട്ടുന്ന ആ ഒരു വാല്യൂ, ഇവിടെ നമുക്ക് ഇൻകത്തിൻ്റെതും നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഒക്കെ പറയുമ്പോഴും ഞാൻ ഇങ്ങനെ അപ്രിഷ്യേറ്റ് ചെയ്യുന്ന കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. എൻ്റെ വായിലും അതേ വരുള്ള നെഗറ്റീവ് ഞാൻ കൊടുക്കാറില്ല. അതുപോലെ എനിക്ക് അത് തിരിച്ചും ഞാൻ പ്രതീക്ഷിക്കുന്ന വ്യക്തിയാണ്. ജീവിതത്തിലെ ഏക പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ അതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കാലം നെഗറ്റീവ് ഞാൻ സ്വയം കൊണ്ട് നടന്ന വ്യക്തിയാണ്. കുറച്ച് മുമ്പ് അനിതാ മാം എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു ഞാൻ വന്നിട്ട് ഒരു വീട്ടമ്മയാണെന്നുള്ളത്. അല്ല, അതിന് മുമ്പ് മാരേജിന് മുമ്പ് ഞാൻ നേഴ്സാണ്. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട്, അതായത് നല്ല മാർക്കോട് കൂടെ പാസ്സായ വ്യക്തിയാണ്. പക്ഷെ ജീവിതത്തിൽ നമുക്ക് മാരേജ് കഴിഞ്ഞിട്ട് ഓരോ സ്ത്രീകൾക്കും പല ഉത്തരവാദിത്തങ്ങൾ വരില്ലേ. അപ്പൊ എൻ്റെ സാഹചര്യത്തിൽ എനിക്കത് പോകാൻ പറ്റില്ല. കാരണം ഹസ്ബൻഡ് ബിസിനസ്സാണ് ചെയ്തിരുന്നത്. കുട്ടികളായപ്പോൾ നമുക്ക് സിറ്റിയിൽ അത് നോക്കാനൊന്നും ആളില്ലാതായപ്പോൾ ഞങ്ങൾ എടുത്ത തീരുമാനമാണ്. അതിൽ ഞാൻ ഏറ്റവും സന്തോഷമാണ്. 2 കുട്ടികളെ നല്ല രീതിയിൽ പഠിപ്പിക്കുകയും ഇന്ന് മൂത്ത മോൻ വന്ന് മഹേന്ദ്ര ഫിനാൻസിൽ വർക്ക് ചെയ്യുന്നുണ്ട്, വിശാഖപട്ടണത്ത് ഡെപ്യൂട്ടി മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇളയ മോൻ CA ഫൈനൽ ഇയർ ചെയ്യുന്നുണ്ട്. ഒരു അമ്മ എന്നുള്ളതിൽ ഏറ്റവും പ്രൗഡാണ് എനിക്ക്. കാരണം ഞാൻ ട്യൂഷനൊന്നും കുട്ടികളെ വിട്ടിട്ടില്ല, ഞാൻ തന്നെ എത്തി പറഞ്ഞു കൊടുത്തത്. അപ്പം എൻ്റെ വിദ്യാഭ്യാസം ഒന്നും എനിക്ക് വേസ്റ്റായി പോയിട്ടില്ല. അതേ സമയത്ത് ഭാര്യ എന്നുള്ള നിലയിൽ ഞാൻ ഹസ്ബൻഡിൻ്റെ ഷോപ്പാണ് ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ടൈം ഞാൻ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ കുട്ടികളൊക്കെ വലുതായി കഴിയുമ്പോൾ ഇന്നിപ്പോൾ നമുക്ക് കുഞ്ഞു മക്കളെ വെച്ചിട്ടുള്ളവർക്കൊക്കെ കുറച്ച് കാര്യങ്ങൾ പറയണ്ടല്ലേ, കാരണങ്ങൾ പറഞ്ഞ് നിൽക്കുന്ന വ്യക്തികളുണ്ടാവും. അതേപോലെ ആ ഒരു കുട്ടികളൊക്കെ വലുതായി വന്നു കഴിയുമ്പോൾ നമ്മുടെ റോൾ അവിടെ ഒരുവിധമൊക്കെ ഒതുങ്ങി. കുട്ടികൾ വലുതായി സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. ഏജും പോയി, എക്സ്പീരിയൻസും പോയി, എല്ലാം പോയില്ലേ. ഇനി എൻ്റെ പഠനം പോയല്ലോ എന്ന് പറഞ്ഞ് വിഷമിച്ചിരുന്നൊരു കാലഘട്ടത്ത് കുറച്ച് മുമ്പ് അലമോലും ഇമോഷണലായില്ലേ. ഞാനിപ്പോൾ അത് ഇമോഷണലാകില്ല. കാരണം ഫിജിക്കാട്ട് എൻ്റെ കൂടെ ചങ്കിന് നിൽക്കുന്നത്. കാരണം അന്ന് തളർന്നു കിടന്നൊരവസ്ഥയുണ്ട്. വേറെ ഒന്നുമല്ല, മാരക രോഗമൊന്നുമല്ല. പക്ഷെ ഞാൻ നഴ്സിംഗ് മേഖലയെ എത്രത്തോളം സ്നേഹിച്ചോ അത് പിന്നീട് എൻ്റെ വിഷമത്തിന് കാരണമായി എന്നുള്ളതാണ്. ഹെർണിയ എന്നറിയാമല്ലേ, കുടലിറങ്ങാൻ പറയും. സിമ്പിളാണത്, എല്ലാവർക്കും ജനിച്ച കുട്ടിക്കടക്കം വരുന്നതാണ്. നമ്മുടെ മസിലിന് ഒരു ഗ്രിപ്പ് ഇല്ലാതാകുമ്പോൾ വരുന്ന ഒരു കാര്യമാണ്. സർജറിക്ക് പോയപ്പോൾ അതിൽ മെഷ് വയ്ക്കാറില്ല, നെറ്റ് വയ്ക്കാറില്ല, നമ്മളിങ്ങനെ ക്ലോത്തിന് ലൈനിങ് കൊടുക്കുക അതുപോലെ. പക്ഷേ വലിയ ഹോസ്പിറ്റലിൽ പോയി അത്രയും എക്സ്പെൻസ് ചെയ്തിട്ട് അവരത് വെക്കാതെ വിട്ടു. ക്യാഷ് വാങ്ങിച്ചു, ഇത് ചെയ്തില്ല. ഇപ്പോൾ ഫാറ്റൊക്കെ റിമൂവ് ആണ് ചെയ്തതെന്ന് പറഞ്ഞാൽ ചെയ്തിട്ട് ആ സംഭവം വെക്കാതെ വിട്ടു. പിന്നീട് 3 മാസം ആകുമ്പോഴേക്കും അസുഖം വീണ്ടും മൂർച്ഛിച്ചു. ഇതേ അവസ്ഥയിലേക്ക് ഞാൻ പോയി. അങ്ങനെ തുടർന്ന് 4 തവണ ചെയ്ത് ആ 4ാമത്തെ തവണ മരണത്തിൻ്റെ വക്കിലേക്ക് പോയി. സിമ്പിളായിട്ടുള്ളൂ. അതാണ് ദയവ് ചെയ്ത് ഇവിടെ ആരെങ്കിലും നഴ്സസ് ഉണ്ടെങ്കിൽ എനിക്കൊരു റിക്വസ്റ്റാണ്, ഒരാളുടെ ജീവിതത്തിലും അതങ്ങനെ സംഭവിക്കരുത്. പക്ഷെ ദൈവം എനിക്ക് അവിടെ കാരുണ്യം കാണിച്ചു എന്നുള്ള വെയിനിൽ വന്നിട്ട് നമുക്ക് പഠിപ്പിക്കുമ്പോൾ പറഞ്ഞു തരും
പേപ്പർ കഷ്ണങ്ങൾ എഴുതി നിങ്ങൾക്ക് എത്ര വേണം ചുരുട്ടിയിടാം, പക്ഷേ ഒരു വ്യക്തിയുടെ ജീവിതത്തിന് മാറ്റിമറിക്കുന്ന സംഭവമാണ് ഒരു ഇഞ്ചക്ഷൻ ആണെങ്കിലും നിങ്ങളുടെ ആ മെഡിസിൻ കൊടുക്കുന്നത് ശ്രദ്ധിക്കണം എന്നുള്ളത് എൻ്റെ ചെവിയിലും മനസ്സിലും ഉറപ്പിച്ച കാര്യമാണ്. എൻ്റെ കയ്യിൽ നിന്ന് തെറ്റ് സംഭവിക്കില്ല എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഞാൻ ഡെഡിക്കേറ്റായിട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു ജോലി ചെയ്യുന്ന കാലഘട്ടത്തിൽ. പക്ഷെ എൻ്റെ ജീവിതത്തിൽ അത് സംഭവിച്ചു. വെയിനിൽ കൊണ്ടുവന്ന് സർജറിക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അവരത് വെയിൻ മാറ്റി കുത്തി വിട്ടു. പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. 1 മണിക്കൂർ കഴിയുമ്പോൾ ഞാൻ അതൊന്നുമില്ല കിടക്കുക. മരണം ഞാൻ കണ്ടു. കാരണം എൻ്റെ ഭർത്താവ് മുമ്പിൽ നിൽക്കണം ഞാൻ അറിയണില്ല. അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ എന്നിലൊരു കോൺഫിഡൻറ്റ് വന്നു. കാരണം ആ സമയത്ത് എൻ്റെ ഫിസിക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. വന്നതുകൊണ്ടായിരിക്കാം ഞാൻ തിരിച്ചതിനെ കുറിച്ച് വിഷമിച്ചൊന്നും നിന്നിട്ടില്ല. സരസ്വതി മാം എന്നോട് ബിസിനസിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്ന സമയത്ത് ഞാൻ ഓക്കെ ആയി വരുന്ന സമയത്ത് അപ്പം ഞാൻ വിചാരിക്കുക ക്യാഷൊന്നും വേണ്ട, ഞാനിരിക്കോ ഇല്ലയോ എന്നുള്ള അവസ്ഥയിലാണ് ഉള്ളത്. കാശിൻ്റെ പുറകെ ഓടാനൊന്നും ഞാൻ തയ്യാറായിരുന്നില്ല. എൻ്റെ മൈൻഡ് സെറ്റ് കംപ്ലീറ്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ എത്ര നാള് എങ്ങനെയെങ്കിലും എൻ്റെ മക്കളെ ഒന്ന് കല്യാണമൊക്കെ കഴിപ്പിച്ച് കൊടുത്ത് ഒന്ന് സെറ്റായ എനിക്ക് പോകാൻ ഇഷ്ടമാണ്. കാരണം ലൈഫിനെ എല്ലാം നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് ജീവിച്ച വ്യക്തിയാണ്. അങ്ങനെയൊന്നും ബുദ്ധിമുട്ടുകളൊന്നും ഞാൻ വേറെ അനുഭവിച്ചിട്ടില്ല. ആ ഒരു മൈൻഡ് സെറ്റിൽ ഇരിക്കുമ്പോഴാണ് സത്സമം. അപ്പം എൻ്റെ ഹെൽത്ത് വീണ് പോയി കഴിയുമ്പം നൈബറാണ് ഞങ്ങൾ ഒരേ ഫ്ലാറ്റിൽ, ഫസ്റ്റ് ഫ്ലോറിൽ ഞാനും സെക്കൻഡ് ഫ്ലോറിൽ അലുമിനിയമുണ്ട്. വീട്ടിൽ അത്യാവശ്യം കാര്യങ്ങൾ ചെയ്യും, പോയി കിടക്കും. ഇതാണ് എൻ്റെ ഡ്യൂട്ടി. കാരണം മൈൻഡ് സെറ്റ് ചെയ്ത് വെച്ചു, ഞാൻ എന്തായാലും പോകാൻ തയ്യാറാണ്, ഇത്ര മാത്രം എൻ്റെ മുമ്പിലുള്ളൂ എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നല്ല കുട്ടിയായിട്ട് അനുസരിച്ചു. ഇവിടെ പലപ്പോഴും പലരും അങ്ങനെ അനുസരിക്കുന്നുണ്ടാവട്ടാണ്. എങ്ങനെയാണെന്നറിയോ, അതായത് ലക്ഷ്മണരേഖ പോലെ ഇതിന് അപ്പുറം കിടക്കരുത്, ഇരിക്കരുത്, പടി കയറരുത്, വെയിറ്റ് പൊക്കരുത്. ഇതിന് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ അവസ്ഥ തീർന്നു. ഇത് ഞാൻ വേദവാക്യം പോലെ കൊണ്ടു നടന്ന് എൻ്റെ ജോലി കഴിഞ്ഞാൽ എനിക്ക് റെസ്റ്റ് എടുത്തേ പറ്റൂ, പടി കയറാൻ പാടില്ല, എവിടെ വിളിച്ചാലും ഞാൻ ഒഴിവായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി. ഈ സമയത്താണ് എൻ്റെ സുഹൃത്ത്, അതായത് സ്കൂൾ കാലഘട്ടം തൊട്ട് 1ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ചതാണ് സരസ്വതി മാം. ഇന്ന് കമ്പനിയിൽ സെയിൽസ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ എന്നും സംസാരിക്കുന്ന സമയത്ത് ഇതുപോലെ പറയും, നീ എന്തിനാ ഈ അസുഖത്തിനെ കുറിച്ച് പറയണമെന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയും, അനുഭവിക്കുന്ന ആൾക്കെല്ലാം അറിയുള്ളൂ, അഡ്വൈസ് ചെയ്യുന്ന ആർക്കും പറ്റും എന്നൊക്കെ പറഞ്ഞ് തമാശ രീതിയിൽ പറയും. ഈ ബിസിനസ്സിന് അവസരം പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു, ജീവിതമാണോ മരണമാണോ എന്നുള്ള ലെവലിൽ നിൽക്കുമ്പോഴാണ് എൻ്റെ ഒരു ബിസിനസ് തുടങ്ങുമെന്ന് പറഞ്ഞ് ഓടിച്ചു വിട്ടു. കുറേ നാൾ ഇങ്ങനെ ഞാനതിനെ നെഗ്ലക്ട് ചെയ്ത് പോയി കഴിഞ്ഞ സമയത്ത് ഒരു ദിവസം പറഞ്ഞു, നീ ഇങ്ങനെ കിടന്ന സമയങ്ങളില്ല, ആ വാക്കല്ലേ കിടന്നിങ്ങനെ സമയം കളയും, ഒരു പ്രാവശ്യം നിനക്കത് കേൾക്കാൻ എന്താ ഇത്ര വിഷമം എന്നുള്ളതിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ ഷൗട്ട് ചെയ്തിട്ടാണ് സംസാരിച്ചത്. പക്ഷെ അതിനു മുമ്പ് ഞാൻ ചെയ്തൊരു കാര്യം അന്നത്തെ ദിവസം, ചിലപ്പോൾ അത് ഇമോഷണൽ ആവും, കണ്ണീര് വരുമെന്ന് എനിക്കറിയില്ല കേട്ടോ. അതായത് നമ്മൾ ദൈവങ്ങളോടൊക്കെ പ്രാർത്ഥിക്കുമല്ലോ, ഈശ്വര നല്ലത് വരുത്തണേ. കുറച്ച് മുമ്പ് മാം കരഞ്ഞപ്പോൾ ഞാൻ എന്നെയാണ് ഒരു നിമിഷം ആലോചിച്ച് പോയത്, ഈശ്വര എങ്ങനെയെങ്കിലൊക്കെ എന്നെ രക്ഷപ്പെടുത്തണേ. ഇതെല്ലാവരും പ്രാർത്ഥിക്കും, നമ്മുടെ കുടുംബത്തിന്റെ സൗകര്യങ്ങൾക്കും സൗഭാഗ്യങ്ങൾക്കും വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, എന്തിനാണ് ഞാൻ തിരിച്ചു വന്നത്? ഞാൻ ഓക്കെയാണ്, ഹസ്ബൻഡ് അല്ലെങ്കിൽ അവർ നന്നായി ജീവിക്കും, കുട്ടികൾ നന്നായി ജീവിക്കും, അവരുടെ മുമ്പിലൊന്നും ഞാൻ എൻ്റെ വിഷമങ്ങൾ കാണിച്ചിട്ടില്ല. അത് എൻ്റെ ബുദ്ധി. അവർ പോയി കഴിയുമ്പോൾ ഉള്ള ചിന്തകളൊക്കെ മനസ്സിലുണ്ടാവും. ഫാമിലിയുടെ ഹാപ്പിനെസ് പോകരുതെന്ന് ദൃഢമായി നിശ്ചയിച്ചിരുന്നു. ഞാൻ ഒരാളെ കഴിഞ്ഞാൽ അവർ പെട്ടുപോകും, ആ ഒരു അവസ്ഥ ഉള്ളതാണ്. അപ്പം ഞാൻ എൻ്റെ വീട്ടിലൊരു നല്ലൊരു വിഗ്രഹമുണ്ട് കൃഷ്ണൻ്റെ കേട്ടോ. അപ്പോൾ അതിൽ പോയി എന്നും ചെയ്യാത്തൊരു കാര്യം, അതെനിക്ക് പറയാൻ അന്തസ്സാണ്. അതങ്ങോട്ട് കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഒന്നുകിൽ എന്നെ നന്നായി ജീവിപ്പിക്കണം, അല്ലെങ്കിൽ ഭംഗിയായിട്ട് കൂട്ടിയിട്ട് പോവാം, മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്ന കാണാൻ എനിക്കിഷ്ടമല്ല എന്നുള്ള രീതിയിൽ കരഞ്ഞ് വന്നിട്ട് ഒന്ന് ഫ്രഷപ്പായി ഒന്ന്. പക്ഷെ ആരും എന്നെ ഒന്നും ചെയ്തിട്ടല്ല. എൻ്റെ ഹസ്ബൻഡിനെ പോലെ ഒരു ഭർത്താവിനെ കിട്ടാൻ ഈ ലോകത്ത് അത്രയും ഭാഗ്യം ചെയ്തിരിക്കണം. അച്ഛനും അമ്മയായിരിക്കും നമ്മളെ ഏറ്റവും കൂടുതൽ ബെറ്ററായി നോക്കുകയെങ്കിൽ മറുജന്മം അച്ഛൻ ധരിച്ചു വന്ന പോലെയാണ് എൻ്റെ ഭർത്താവ്. അത്രയും 4 തവണ മുഖം ചൊളിക്കാതെ എന്നെ അത്രയും നന്നായി നോക്കിയ വ്യക്തിയാണ്. ആ വ്യക്തിയുടെ മുമ്പിൽ ഞാൻ ഈ വിഷമങ്ങൾ കാണിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അന്ന് ഞാൻ ഈ വിഷമം ഭഗവാനോട് പറഞ്ഞ് കരഞ്ഞിട്ട് ഞാൻ പോയി കിടക്കുന്ന സമയത്താണ് സരസ്വതി മാം വന്നിട്ട് അങ്ങനെ പറഞ്ഞപ്പോൾ, കരച്ചണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, ശല്യം സഹിക്കാതെ പറയും ഞാൻ കേൾക്കാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിളിച്ച ദൈവം കേട്ട ദിവസം അത്. ഇപ്പോൾ ഭഗവാൻ വന്നിട്ട് എൻ്റെ മുമ്പിൽ വാതിൽ 3 മാസമായി തട്ടിട്ടുണ്ട്, ഞാൻ അറിയാതെ പോയിരിക്കാം. അപ്പോൾ ഈ വേദിയിലിരിക്കുന്ന പലരെയും ഇതുപോലെ നിങ്ങളെ ക്ഷണിച്ചു കൊണ്ടുവന്നിട്ടുള്ളത് ഈശ്വരന്മാർ തന്നെയാണ്. അതിൽ പരിപൂർണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. അതിനുശേഷം ഈ നിമിഷം വരെ എൻ്റെ കണ്ണിൽ വെള്ളം വന്നിട്ടില്ല. ഭഗവാനോട് ഒന്നും താങ്ക്സ് പറയും. ഒരു 3-4 മണിക്ക് എണിച്ച് ഒരു 10-20 മിനിറ്റ് ഞാൻ അതിനെ ഡെഡിക്കേറ്റ് ആയിട്ട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. കാരണം
ഫിജിക്കാട്ട് എൻ്റെ ജീവിതത്തിൽ തന്നിട്ടുള്ള ചെറിയ മാറ്റങ്ങളത്. നഴ്സിങ്ങിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ ഫീൽ ചെയ്തത്, പക്ഷെ തിരിച്ചറിവുകൾ തന്നു. അത് ആർക്കൊക്കെയോ പറ്റിയ അബദ്ധങ്ങളാണ്, പക്ഷെ അതല്ലാതെ നമുക്ക് സോഷ്യൽ സർവീസ് ചെയ്യാൻ പറ്റിയ ഒരു വണ്ടർഫുൾ മേഖല തന്നെയാണ് ഫിജിക്കാട്ട്. ആത്മാർത്ഥതയോടെ ചെയ്യണം. ഞാൻ നഴ്സിംഗ് മേഖലയിൽ ഞാൻ എടുത്തിട്ടുള്ള ആ വാക്ക് ഇന്ന് ഞാൻ ഫിജിക്കാട്ടിൽ അപ്ലൈ ചെയ്തെന്നുള്ളത് മാത്രമേ. ഒരു പാർട്ട്ണർക്കും കുറ്റം പറയാനുള്ള അവസരം ഞാൻ കൊടുത്തിട്ടില്ല. കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്ന പോലെ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഒപ്പം കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ നേട്ടം എന്നുള്ളത് എൻ്റെത് മാത്രമല്ല, എനിക്ക് ഏറ്റവും ഇരട്ടി മധുരം കിട്ടിയ ദിവസമാണ്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നെക്സോറ അച്ചീവറാണ്, ലെഗസി അച്ചീവറാണ്, സെയിൽസ് മാനേജറായി എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ സുഹൃത്താണ്, സ്കൂൾ മേറ്റാണ് ഗിരിജ മാം. ഒരാൾക്കും കിട്ടാത്ത അവസരമല്ലേ ഇന്ന് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അതുപോലെ എൻ്റെ നൈബറാണ് അലമേൽ മാം. ടീച്ചറാണ്, പക്ഷെ ഇമോഷണലി എത്ര ധൈര്യം ഉണ്ടോ, ഭയങ്കര ബോൾഡായിട്ടുള്ള ടീച്ചറാണ്. പൊട്ടിക്കഴിഞ്ഞു അവരൊക്കെ ഉള്ളിൽ ഞാനുണ്ടെങ്കിൽ അതാണ് എനിക്ക് ഫിജിക്കാട്ട് കിട്ടിയത്. ഈ വേദിയിൽ വന്ന് ഞാൻ ഫസ്റ്റ് പറഞ്ഞു ഞാൻ ഒറ്റയ്ക്കാണ് തുടങ്ങാൻ പോകണമെന്നുള്ളത്. പക്ഷെ അത് എൻ്റെ ഒരു മിസ്റ്റേക്കാണ്. കാരണം എന്താ പറഞ്ഞാൽ ഇപ്പം എനിക്ക് രമ്യ മാമിനെയോ ഇവിടെ ഇരിക്കുന്ന മറ്റുള്ള വ്യക്തികളൊന്നും നേരത്തെ അറിയില്ലായിരുന്നു. പക്ഷെ ഓരോരുത്തരുടെയും വാക്കുകളും ഇവരെന്നെ അത്രയും സപ്പോർട്ടീവ് ആയിട്ടുണ്ട്. എന്നെ വെളിപ്പുറത്ത് ഞാൻ ഒറ്റയ്ക്കാണെന്ന് എൻ്റെ മൈൻഡിൽ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിലും ഒറ്റയ്ക്കല്ല. എല്ലാ ലീഡേഴ്സും പ്രത്യേകം പറയണം, എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള വ്യക്തി എന്ന് വെച്ചാൽ ജസ്രമേനെ പറയുന്നത്. ആർക്കും ദേഷ്യമോ പരിഭവമൊന്നും തോന്നരുത് കേട്ടോ. നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഓരോ വ്യക്തികളുണ്ടാകും തീർച്ചയായിട്ടും. കാരണം എന്നെ ലീഡർഷിപ്പിലേക്ക് നയിച്ച വ്യക്തി ജസ്രാം തന്നെയാണ്. എന്നുണ്ടെങ്കിൽ ഞാൻ നോക്കിയിട്ടുള്ള വ്യക്തി ജസ്രാമേൻ തന്നെയാണ്. കാരണം എന്താ പറഞ്ഞു കാണിക്കുകയല്ല, പ്രവർത്തിച്ച് കാണിക്കുന്നത് ഞാൻ കണ്ടത്. അതെന്നെ അശ്വതി മാമിൻ്റെ അടുത്തുനിന്നാണെങ്കിൽ താങ്ക്സ് പറയണം. കാരണം എന്താണ്, ഞാൻ ഓരോ കാര്യങ്ങളും അതായത് എൻ്റെ ഒരു കൂടപ്പുറപ്പിൽ പോലും ഫീൽ ചെയ്തിട്ടുണ്ട്. ഫീൽ ചെയ്ത് എൻ്റെ സന്തോഷങ്ങളും പരിഭവങ്ങളും ഒക്കെ പറഞ്ഞ് ക്ഷമയോടെ പറഞ്ഞു തന്നിട്ടുണ്ട്. ടെക്നിക്കലായിട്ട് അറിയണമെന്ന് പറയുമ്പോഴും ഇമോഷണലായിട്ട് എന്തെങ്കിലുമൊക്കെ ടെൻഷനായിട്ടുണ്ടെങ്കിൽ ഞാൻ വേഗം വിളിക്കുന്ന ആളാണ് രമ്യ മാം. രമ്യ മാം എടുത്ത് വിളിച്ചിട്ട് ടെക്നിക്കൽ എൻ്റെ മൊബൈലിൽ ഒരു കാര്യം എനിക്കറിയില്ല. അപ്പോൾ എഴുതി വെച്ച് എന്നെ സ്കൂൾ കുട്ടികളെ പോലെ പഠിപ്പിക്കാനും രാത്രി 11-12 മണിക്കൊക്കെ ഓൺലൈനിൽ വന്ന് കൃത്യമായി പറഞ്ഞു തന്ന് ഞാനൊരു ലീഡർഷിപ്പിലേക്ക് വന്നത് തീർച്ചയായിട്ടും ഈ ലീഡേഴ്സിൻ്റെ സഹകരണത്തിൽ തന്നെയാണ്. അതേപോലെ എനിക്ക് നമ്മുടെ രജിത രാജൻ പ്രത്യേകം നന്ദി പറയാനുണ്ട്. മാം എഴുതിയ ഒരു കോട്ടിങ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നല്ലേ മാമിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എൻ്റെ സ്വപ്നങ്ങൾ പോവുകയാണെന്ന് കോട്ടിട്ടിട്ടൊരു ഡ്രസ്സൊക്കെ ഇട്ട് റെഡിയാക്കി കാറിൻ്റെ ഒരു പിക്ചറൊക്കെ ഒട്ടി എൻ്റെ ബെഡ്റൂമിൽ ഞാൻ അത് ഒട്ടിച്ച് വെച്ചു. ആ കോട്ട് ഇടുന്ന ദിവസമാണെന്ന് കിട്ടിയത്. തീർച്ചയായിട്ടും ഫിജിക്കാട്ടാണ്. മരണക്കിടക്കയിലേക്ക് വരയ്ക്ക് പോവാൻ തയ്യാറായിട്ടുള്ള എന്നെ മറ്റൊരു ലോകത്തിലേക്ക് കൊണ്ടുവന്ന ഫിജിക്കാട്ടാണ്. ഇതിന്റെ നന്ദി പറയേണ്ടത് നിങ്ങൾ എല്ലാവരും ഉപരി ബോച്ചേടാണ്. നമ്മൾ കണക്ക് പുറം ലോകം ഈ ബിസിനസ്സിൽ വരാത്ത വ്യക്തികളെ പറയുന്ന കുറ്റങ്ങളുണ്ട് അല്ലേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുഖത്തടിക്കാൻ ദേഷ്യം എനിക്കുള്ള ഉണ്ടാകാം. കാരണം എന്താണെന്ന് വെച്ചാൽ കാണുന്നില്ല. കാണാതെ വാർത്തോരാളും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് ചെയ്യാതെ ഈ വിഷയം എന്താണെന്ന് അറിയാതെയാണ് അവർ പോയി ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഫിജിക്കാട്ടിൽ വന്ന് ഫിജിക്കാട്ട് എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലൊരു വിഷയം ലോകത്തില്ല എന്ന് പറയാൻ പറ്റും. ഇത്രയും നല്ലൊരു അവസരം നമ്മൾ സക്സസ് മാമിനോട് എൻ്റെ ദൈവം ഗുരുവായൂരപ്പൻ ചിലപ്പോൾ രൂപത്തിൽ വന്ന സക്സസ് മാമിലൂടെ ആയിരിക്കും. ഈ അവസരങ്ങളൊക്കെ തന്ന് നിങ്ങളുടെ മുമ്പിലും ഓരോ ദൈവങ്ങളുണ്ടെന്ന് അറിയാം. ഇഷ്ടപ്പെട്ട് ചെയ്യാം, പ്രയാസപ്പെട്ട് ചെയ്യാതിരിക്കാം. വളരെയധികം സ്നേഹിച്ച് ചെയ്യാൻ ഫിജിക്കാട്ട് ഇനിയും അവസരങ്ങൾ കിട്ടും എല്ലാവർക്കും. പുതുതായി വന്നിട്ടുള്ള വ്യക്തികളോട് പറയാനുള്ളത് വേറൊരു അവസരം ഇതുപോലെ ഭംഗിയായിട്ടില്ല എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. ഫിജിക്കാട്ട് എന്ന് പറയുന്ന അവസരം നിസ്സാരമല്ല. അപ്പൊ നാളത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മളെ ദൈവത്തെ കാണാൻ പോവുകയാണെന്നാ പറയുന്നത്. നിങ്ങളുടെ ലൈസൻസ് കയ്യിലുണ്ടായിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞൊരു വാക്കുണ്ട്, നമ്മളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചു.